ഹലോ ക്യൂൻ ഓഫ് ലവിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ സൺഡേയിൽ വിമൻസ് ഡേയോട് അനുബന്ധിച്ചുള്ള കൺവെൻഷനും അതിനോടുകൂടി കുറച്ച് കൾച്ചറൽ പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ ഇതിനു വേണ്ടി കളിച്ച ഡാൻസൊക്കെ ഞാൻ 2 ദിവസം മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ 10:30 ആയപ്പോഴാണ് കൺവെൻഷൻ സ്റ്റാർട്ട് ചെയ്തത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പ്രോഗ്രാമിലോട്ട് കടന്നു. ഒരു 12:30 ആയപ്പോഴത്തേക്കും പിന്നെ രാവിലത്തെ സെക്ഷൻ കഴിഞ്ഞ് കുർബാനയ്ക്കായിട്ട് ഞങ്ങൾ പള്ളിയിലോട്ട് പോന്നു കേട്ടോ. അങ്ങനെ കുർബാനയൊക്കെ കഴിഞ്ഞു. ഉച്ചക്കത്തെ ഭക്ഷണം കഴിഞ്ഞ പാടെ ഞങ്ങളുടെ ഡാൻസ് ആയിരുന്നു കേട്ടോ. ഗുൽബർഗ ഡയസിൻ്റെ കീഴിലുള്ള എല്ലാ പള്ളികളിൽ നിന്നും റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഡാൻസൊക്കെ അത്യാവശ്യം മോശമില്ലാണ്ട് കളിച്ചു. ഇതായിരുന്നു കേട്ടോ ലാസ്റ്റത്തെ പ്രോഗ്രാം. എല്ലാ വുമൻസും കൂടെ സ്റ്റേജിലോട്ട് കയറി ഒരു പാട്ടൊക്കെ അങ്ങനെ ഇട്ട് ഒരുമിച്ച് ഡാൻസ് കളിച്ചായിരുന്നു പ്രോഗ്രാമിൻ്റെ എൻഡ് കേട്ടോ. അങ്ങനെ ഈ ഏകദേശം ഒരു 5 മണിയൊക്കെ ആയപ്പോഴത്തേക്കും പ്രോഗ്രാം കഴിഞ്ഞു. ശേഷം ഞങ്ങൾ ഗുൽബർഗയിൽ തന്നെയുള്ള ഡോൺ ബോസ്കോ ചിൽഡ്രൻസ് ഹോമിലോട്ടാണ് കേട്ടോ ഞങ്ങൾ പോയത്. ഡോൺ ബോസ്കോ ഫാദേഴ്സ് നടത്തുന്ന ഒരു ചാരിറ്റി ഹോമാണത്. ഇവിടെയുള്ള കുട്ടികൾ റെസ്ക്യൂഡ് ചിൽഡ്രൻസ് ആണ് കേട്ടോ. നമ്മുടെ ഈ തെരുവുകളിൽ കൂടെയൊക്കെ അലിഞ്ഞു നടക്കുന്ന കുഞ്ഞുങ്ങളെ അവർ സംരക്ഷിച്ച് ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കും. പിന്നെ പാരൻസ് ഇല്ലാത്ത കുട്ടികൾ, സിംഗിൾ പാരൻ്റായ കുട്ടികൾ, അങ്ങനെ ഉള്ള കുട്ടികളൊക്കെയാണ് കേട്ടോ ഇവിടെ താമസിക്കുന്നത്. ഗേൾസിനും ബോയ്സിനും സെപ്പറേറ്റ് താമസിക്കാനുള്ള ഇടയൊക്കെ ഉണ്ട്. ഗേൾസിനെ നോക്കുന്നത് സിസ്റ്റേഴ്സാണ്. പിന്നെ ബോയ്സ് ഇവിടെ അച്ഛന്മാരുടെ കൂടെയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ചെന്നപാട് ഞങ്ങൾക്ക് ചായയും കടിയൊക്കെ അച്ഛൻ തന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളവിടെ എത്തിയപ്പോൾ ഫീലിംഗ് എന്ന് വെച്ചാൽ എന്തോ ഒരു സ്വർഗത്തെത്തിയൊരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ. അത്രയ്ക്കൊരു ശാന്തതയായിരുന്നു ആ ഒരു സ്ഥലത്തൊക്കെ. കുട്ടികളാണെങ്കിലും വളരെ ഇൻ്റലിജൻ്റായ കുട്ടികൾ. ഇംഗ്ലീഷൊക്കെ പറയുന്ന കേട്ടാൽ നമ്മൾ തന്നെ ഇങ്ങനെ തയ്ച്ച് നിന്ന് കേട്ടോ. അത്രയ്ക്ക് സ്മാർട്ട് കുട്ടികളാണ് അവിടെ ഉള്ളത്. ഇവിടെ മലയാളി അച്ഛന്മാരുണ്ട്, സിസ്റ്റേഴ്സ് ആണെങ്കിലും മലയാളീസ് തന്നെയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ചെന്നതിൻ്റെ ഭാഗമായിട്ട് അവർ നമ്മളെ ഇങ്ങനെ വെൽക്കം സോങ് പാടി ഇങ്ങനെ വരവേൽക്കുന്നതാണ് കേട്ടോ ഈ കാണുന്നത്. ഞങ്ങളവിടെ ചെന്നപാടെ ചില കുട്ടികളൊക്കെ പറഞ്ഞു ആൻറ്റീനെ കണ്ടിട്ടുണ്ട്, അങ്കിളിനെ കണ്ടിട്ടുണ്ട്, നമ്മൾ ചിലരെ കണ്ടിട്ടുണ്ടെന്നൊക്കെ അവർ പറഞ്ഞു. കാരണം നമ്മുടെ പള്ളിയിൽ ഫീസ്റ്റൊക്കെ നടക്കുന്ന സമയത്ത് ഇവിടുത്തെ അച്ഛന്മാർ കുട്ടികളുമായിട്ട് നമ്മുടെ പള്ളിയിലോട്ട് വരാറുണ്ട് കേട്ടോ. അങ്ങനെ കണ്ട് പരിചയമുള്ള കാര്യമാണ് കുട്ടികൾ നമ്മുടെ അടുത്ത് പറഞ്ഞത്. അതുകൂടാതെ നമ്മളാൽ കഴിയുന്ന ചെറിയ സഹായങ്ങൾ ഞങ്ങളുടെ ഇടവകയിൽ നിന്ന് എല്ലാവരുടെയും കയ്യിൽ നിന്ന് കുറച്ച് പൈസയൊക്കെ അവരോട് കഴിയുന്ന രീതിയിൽ പൈസയൊക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ട് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ചെറിയൊരു സഹായഹസ്ത നിലയിൽ അവർക്ക് ഉപകാരപ്രദമായ കുറച്ച് സാധനങ്ങൾ ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞങ്ങളെല്ലാവരും കൂടി ആ കുട്ടികൾക്ക് കൈമാറി.
അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ കോൺവെൻറ്റിലോട്ടാണ് കേട്ടോ പോയത്. ഇവിടുത്തെ ഗേൾസ് താമസിക്കുന്ന കോൺവെൻറ്റിലാണ്. നമ്മുടെ കേരളത്തിലെ 3 മലയാളി സിസ്റ്റേഴ്സാണ് കേട്ടോ കുട്ടികളെ നോക്കുന്നത്. ഒരു കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ തന്നെയാണ് ചാരിറ്റി ഹോമും ചർച്ചും കോൺവെൻറ്റൊക്കെ ഉള്ളത്. അപ്പോൾ കോൺവെൻറ്റിലോട്ട് പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ അതിമനോഹരമാണ് കേട്ടോ. ഏകദേശം നമ്മുടെ നാട്ടിലെ പോലെ തെങ്ങും പിന്നെ കപ്പത്തോട്ടവും മുരിങ്ങത്തോട്ടവും എല്ലാം ഉണ്ട് കേട്ടോ പോകുന്ന വഴിക്ക്. അപ്പോൾ പരമാവധി വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് മൊത്തമായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം ഇത് കുട്ടികളുടെ ഗ്രൗണ്ടാണ്, കുട്ടികൾ കളിക്കാനായിട്ട് ഒരുക്കി കൊടുത്ത ഗ്രൗണ്ടാണിത്. പുറത്തുനിന്നുള്ള കുട്ടികളും വന്നിവിടെ കളിക്കാറുണ്ട് കേട്ടോ. നല്ല കാറ്റുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കോൺവെൻറ്റിൻ്റെ അടുത്തെത്തി. ഇതാണ് ഞാൻ പറഞ്ഞ കപ്പത്തോട്ടം കേട്ടോ. ഇതാ ഈ മുന്നിൽ കാണുന്നതാണ് കോൺവെൻറ്റ്. ഇവിടുത്തെ ഗേൾസ് താമസിക്കുന്നത് ഇവിടെയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ നടന്ന് നീങ്ങുമ്പോൾ ആണ്ടേ അതിമനോഹരമായൊരു കാഴ്ച. താറാവും കുഞ്ഞുങ്ങളൊക്കെ മുരിങ്ങത്തോട്ടത്തിൽ കൂടെ ഇങ്ങനെ ആർത്തുലച്ച് നടക്കുവാണ് കേട്ടോ. പതുക്കെ പോയിട്ട് അവരുടെ വീഡിയോ ഞങ്ങൾ എടുത്തു കേട്ടോ. ഞങ്ങളെ കണ്ടപ്പോഴത്തേക്കും ഒച്ചത്തിൽ നിങ്ങൾക്ക് അറിയാൻ തുടങ്ങി. എല്ലാവരും കൂടെ ഒരുമിച്ച് വിളിക്കുന്നതാണ്, എന്താണോ അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. എന്നാലും ഭയങ്കര ഒച്ചയിലായിരുന്നു കേട്ടോ അവരുടെ കരച്ചിൽ. പിന്നെ ഞങ്ങളിത് കോൺവെൻറ്റിൻ്റെ അകത്തോട്ട് കയറാൻ നോക്കിയപ്പോഴത്തേക്കും അതിനോട് ചേർന്ന് ഒരു പോത്തിന് കെട്ടിയ ഷെഡ് ഉണ്ടായിരുന്നു കേട്ടോ. ജെയ്ഡന് അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ജെയ്ഡനെ സെറാനയും കൊണ്ട് പോത്തിനെ കെട്ടിയ ആ ഷെഡിൻ്റെ അടുത്തോട്ട് പോയി. താറാവ് മാത്രമല്ലായിരുന്നു കേട്ടോ ഇവിടെ ഉള്ളത്. മുയലുകളും കുറേ കോഴികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ കുട്ടികൾ ഞങ്ങളെ അതെല്ലാം കൊണ്ടേ കാണിച്ചു തന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് മുരിങ്ങക്കായൊക്കെ പറിച്ചെടുത്തു. അച്ഛൻ പറഞ്ഞ എത്ര മണിയാലും പറിച്ചു. അങ്ങനെ ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഞങ്ങൾ കുറേ പറിച്ചെടുത്തു കേട്ടോ. YouTube channel. She has YouTube channel. She has YouTube channel. What videos? House only something I am cooking. Something. Not cooking. I'm plucking a drumstick. Today's video. ഇതാണ് കേട്ടോ ഞാൻ മുന്നേ പറഞ്ഞ സിസ്റ്റർമാർ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളുടെ പള്ളിയിലെ അച്ഛൻ ഇവിടുത്തെ അച്ഛന്മാരുടെ അടുത്ത് എൻ്റെ യൂട്യൂബ് ചാനലിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അച്ഛന്മാർ ചോദിച്ചു എന്താണ് ചാനലിൻ്റെ പേരെന്നും കണ്ടൻറ് എന്താണെന്നൊക്കെ ചോദിച്ചു. ഞാൻ പ്രത്യേകിച്ച് കണ്ടൻറ് അങ്ങനെയൊന്നുമില്ല, എല്ലാം ഇൻക്ലൂഡ് ആയിട്ടുള്ളൊരു ചാനലാണ്. ചാനലിൻ്റെ പേരും പറഞ്ഞു കൊടുത്തു കേട്ടോ. അച്ഛന്മാരെല്ലാം വീഡിയോസ് എല്ലാം കണ്ടുള്ളാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ അടുത്ത് ബൈ എല്ലാം പറഞ്ഞ് പോകുന്നു കേട്ടോ. 2 വണ്ടിയിലായിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. കുറച്ച് പേര് നമ്മുടെ വണ്ടിയിലും കുറച്ച് പേര് അച്ഛൻ്റെ വണ്ടിയിലായിട്ട് അങ്ങനെ തിരിച്ചു പോകുന്നു. ഏകദേശം ഒരു 6 മണിയൊക്കെ ആയപ്പോഴത്തേക്കുമാണ് കേട്ടോ അവിടുന്ന് വിട്ടത്. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ കാണുന്നവർ ഇഷ്ടമാകുന്നൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഒരുപാട് പേര് അങ്ങനെ കാണുന്നതിനോടൊപ്പം ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊക്കെ മറന്നു പോകുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് ചെയ്തേക്കണേ പ്ലീസ്. ഒപ്പം പിന്നെ ആസ് യൂഷ്വൽ എന്നും പറയുന്ന പോലെ തന്നെ പുതുതായിട്ട് വീഡിയോ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ അത്രയേ ഉള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് സിഗ്നൽ വന്നപ്പം ഞങ്ങൾ 2 പേരുടെയും വണ്ടി ഒപ്പത്തിനൊപ്പം വന്ന് നിന്നു കേട്ടോ. അപ്പം ജെയ്ഡനും ഫ്രണ്ടിലിരുന്ന് അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ജെയ്ഡന്, ഞങ്ങളുടെ പള്ളിയിലെ അച്ഛനെ. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ ഒരു ചോക്ലേറ്റൊക്കെ എടുത്തു കൊടുത്തു കളിപ്പിക്കുന്നതാണ് കേട്ടോ ഈ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോന്നു. ഓക്കെ ദെൻ ബൈ. അടുത്ത വീഡിയോ കാണാം കേട്ടോ.